അവതാരവരിഷ്ടം തം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീചികേ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിൻ്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പര ശിവലിംഗദാസ സ്വാമികളിൽ തുടങ്ങി ബോധാനന്ദ സ്വാമികളിലൂടെ സച്ചിദാനന്ദ സ്വാമികളിൽ എത്തി നിൽക്കുന്ന സന്യസ്ത ശിഷ്യ പരമ്പരയ്ക്ക് ഒന്നാകെ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഇന്നത്തെ ഈ ധർമ്മ പ്രബോധനം ക്ലാസിൻ്റെ അധ്യക്ഷൻ ശ്രീമദ് സാന്ദ്രാനന്ദ സ്വാമികൾ, അരിപ്പുറം മഠം സെക്രട്ടറി, ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഗുരുധർമ്മ വിശ്വാസികളെ, ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീനാരായണ ഗുരു എന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ പാഠപുസ്തകങ്ങളിലൂടെ പഠിച്ച് ഹൃദയസ്ഥമാക്കിയിരുന്ന എൻ്റെ ഹൃദയത്തിൽ ശ്രീനാരായണ ഗുരു എന്ന ഈശ്വരനെ പ്രതിഷ്ഠിച്ചത് സച്ചിദാനന്ദ സ്വാമികളാണ്. കുട്ടിക്കാലത്ത് സ്വാമിയുടെ ദിവ്യപ്രബോധന ധ്യാനങ്ങളിലൂടെയാണ് ഞാൻ ഗുരുവിനെ പറ്റി അറിഞ്ഞു തുടങ്ങിയത്. സ്വാമിയുടെ ദിവ്യപ്രബോധന ധ്യാനങ്ങളിലൂടെയാണ് ഗുരുവിൻ്റെ കൃതികളെപ്പറ്റിയും ഗുരുവിൻ്റെ ശിഷ്യന്മാരെ പറ്റിയും ഗുരുവിൻ്റെ ദർശനത്തെപ്പറ്റിയുമൊക്കെ ഞാൻ അറിഞ്ഞത്. ശ്രീനാരായണ ഗുരു എന്ന ആ വലിയ വൃക്ഷത്തിൻ്റെ വിത്ത് സ്വാമി എൻ്റെ ഹൃദയത്തിൽ പാകിയപ്പോൾ ഇന്നത് വളരെ ആഴത്തിൽ അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ആ വൃക്ഷം അത് വലിയൊരു വൃക്ഷമായി എപ്പോഴും ആശ്വാസത്തിൻ്റെ കുളിർക്കാറ്റേകിക്കൊണ്ട് എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ട്. ആ വൃക്ഷത്തണലിലാണ് ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ സ്വാമിയോട് എത്ര മാത്രം കടപ്പാടുണ്ടെന്നുള്ളത് എനിക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത്രയും വലിയൊരു കടപ്പാട് സ്വാമിയോടുണ്ട്. ഗുരുവിലേക്ക് എന്നെ നയിച്ച ആ സ്വാമിക്ക് ഈ ഒരു വേദിയിൽ ആദ്യമേ തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശ്വര നിയോഗത്താലാണ്, ഗുരുവിൻ്റെ നിയോഗത്താലാണ് നടക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എനിക്ക് ഇവിടെ നിൽക്കാൻ ലഭിച്ച ഈ ഒരു അവസരം തീർച്ചയായിട്ടും വലിയൊരു ഗുരു കാരുണ്യമായിട്ട് ഞാൻ കാണുകയാണ്, ഗുരുവിൻ്റെ നിയോഗമായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് എനിക്കിവിടെ പ്രഭാഷണം ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന വിഷയം ഗുരുവിൻ്റെ സമന്വയ ദർശനം എന്നതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്നത് ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തെ പറ്റിയാണ്. അദ്വൈതത്തിന് ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ചപ്പോൾ ആ അദ്വൈതത്തെ പ്രായോഗിക ജീവിതത്തിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ആ അദ്വൈതത്തെ അവതരിപ്പിച്ച ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. എന്നാൽ ഒരു സാധാരണക്കാരൻ്റെ വീക്ഷണകോണിലൂടെ നാം ഗുരുവിൻ്റെ ദർശനത്തെ വീക്ഷിക്കുമ്പോൾ ഗുരുദേവ ദർശനം വിഭാവനം ചെയ്യുന്നത് സർവതന്ത്ര സ്വതന്ത്രനായ ഒരു സമഗ്ര മനുഷ്യനെയാണ്. ആരാണ് സർവതന്ത്ര സ്വതന്ത്രനായ സമഗ്ര മനുഷ്യൻ? പരസ്പര പൂരകങ്ങളായ ഭൗതിക സ്വാതന്ത്ര്യവും ആത്മീയ സ്വാതന്ത്ര്യവും ഒരുമിച്ച് സാക്ഷാത്കരിക്കുന്നവനാണ് സർവതന്ത്ര സ്വതന്ത്രനായ സമഗ്ര മനുഷ്യൻ എന്ന് പറയുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വിശാലമായ കാഴ്ചപ്പാടിൽ നിലകൊള്ളുന്ന ഗുരുദേവ ദർശനം മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ലക്ഷ്യോന്മുഖമായ നവപ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിന് ആവശ്യം എന്താണ്? ആത്മീയവും ഭൗതികവുമായ പാശ്ചാത്യവും പൗരസ്ത്യവുമായ വ്യത്യസ്ത ചിന്താധാരകളെ വൈരുദ്ധ്യങ്ങളില്ലാതെ പരസ്പരം കൂട്ടിയിണക്കുന്ന ഒരു ഏകലോക സമീക്ഷയ്ക്ക് വഴിതെളിക്കുന്ന സമന്വയ ശാസ്ത്രമാണ്. അതാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. ഇത് രണ്ടും ഒരുപോലെ ഉജ്ജ്വലമായി തിളങ്ങി നിൽക്കുന്ന ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനം. അവിടെയാണ് മറ്റ് ആത്മീയ ആചാര്യന്മാരിൽ നിന്നും ജഗത് ഗുരുക്കന്മാരിൽ നിന്നുമൊക്കെ നാം ഗുരുവിൻ്റെ ആ ഒരു വ്യത്യസ്തത മനസ്സിലാക്കുന്നത്. ഗുരുദേവ ദർശനം അദ്വൈത തത്വചിന്തയുടെയും വിശ്വമാനവികതയുടെയും സമന്വയ ദർശനം തന്നെയാണ്. ഭാരതത്തിലെ മറ്റ് ആത്മീയ ആചാര്യന്മാരെ നാം പഠിക്കുമ്പോൾ, ലോകത്തിലെ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ നാം പഠിക്കുമ്പോൾ ശ്രീബുദ്ധൻ, ശ്രീ ശങ്കരാചാര്യർ, വർദ്ധമാന മഹാവീരൻ, രമണ മഹർഷി ഇവരെയൊക്കെ നാം പഠിക്കുമ്പോൾ നാം കാണുന്നൊരു കാര്യം, ഇവരൊക്കെ ജീവിതത്തിൽ തപസ്സിലൂടെ നിർവ്വാണം, മോക്ഷം,
അല്ലെങ്കിൽ കേവല ജ്ഞാനം എന്നൊരു ഘട്ടത്തിലെത്തി ജീവൻ മുക്തനായി തീർന്നിട്ട് പിന്നീട് അതേ അവസ്ഥയിൽ പിന്നീടുള്ള ജീവിതം കഴിച്ചു കൂട്ടുകയോ അല്ലെങ്കിൽ ധർമ്മോപദേശങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് മനുഷ്യന് ആത്മീയമായ പുരോഗതിയിലേക്ക് നയിച്ചവരോ ആണ്. അവിടെയാണ് ഗുരുവിലെ വ്യത്യസ്തത നാം കാണേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ കേരള നവോത്ഥാന നായകനായി ഇവിടേക്ക് വന്ന് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഗുരുവല്ല ശ്രീനാരായണ ഗുരുദേവൻ. ചെമ്പഴന്തിയിൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച നാണു അവധൂത വൃത്തിക്ക് ശേഷം തൈക്കാട്ടയ്യാവ് സ്വാമികളുടെ അടുത്തു നിന്നും യോഗവിദ്യ സ്വായത്തമാക്കി മരുത്വാമലയിൽ പിളത്തടം ഗുഹയിൽ കട്ടുകോടി ഇലയും അടബതിൻ കിഴങ്ങും കഴിച്ച് അരുവിയിലെ വെള്ളം കുടിച്ച് പഴങ്ങൾ കഴിച്ച് വെയിലും മഴയും ഒക്കെ അനുഭവിച്ച് കഠിനമായ വിശപ്പ് അനുഭവിച്ച് അങ്ങനെ ഒരു കാലഘട്ടം വർഷങ്ങളോളം തപസ് ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടിയ ജഗദ്ഗുരുവാണ്. ഗുരുവിന് അതേ ജീവൻ മുക്തി അവസ്ഥയിൽ തന്നെ പിന്നീട് തുടരാമായിരുന്നു. അല്ലെങ്കിൽ ഒരു ആത്മീയ ആചാര്യനായിട്ട് ഗുരുവിന് സന്യസ്ത ശിഷ്യ പരമ്പരയൊക്കെ ആയി അങ്ങനെ പിന്നീടുള്ള ജീവിതകാലം മുന്നോട്ട് നീക്കാമായിരുന്നു. പക്ഷേ അവിടെയാണ് നമുക്ക് ഗുരുവിലെ ആ ഒരു മനുഷ്യത്വം കാണാൻ സാധിക്കുന്നത്. ഗുരുവിന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. സുബ്രഹ്മണ്യ കീർത്തനം എന്ന കൃതിയിൽ ഗുരു അത് വെളിപ്പെടുത്തുന്നുണ്ട്. സ്പഷ്ടം നിലാവങ്ങു നീങ്ങി ദിനകരനുദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളി അതിലാക്കിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ഗുരു നോക്കിയത് ഇവിടെ ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ ആട്ടി അകറ്റപ്പെട്ട് സവർണരിൽ നിന്നും ചൂഷണം അനുഭവിച്ച നരൻ അശുദ്ധമാക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമില്ലാതെ ശുചിത്വമില്ലാതെ അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന ഒരു ജനതയിലേക്കാണ് ഗുരു നോക്കിയത്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുമ്പോൾ അവിടെ ഉപരിവർഗവും മധ്യവർഗവും മാത്രം ഉയർച്ചയിലേക്ക് എത്തിയാൽ പോരാ. ഏറ്റവും താഴേക്കിടയിലുള്ളവനെ കൂടെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഒരു രാജ്യം പുരോഗതി കൈവരിക്കുക. നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷനൊക്കെ പഞ്ചവത്സര പദ്ധതികളൊക്കെ തയ്യാറാക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു പദമുണ്ട്, ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. അതായത് സമഗ്ര വികസനം. ഏറ്റവും താഴേക്കിടയിലുള്ളവനെ കൂടി നോക്കുമ്പോഴാണ്, അവനെ കൂടെ മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഒരു സമഗ്ര വികസനം എന്നത് സാധ്യമാകുക. ഇവിടെ ഗുരു ഏറ്റവും താഴേക്കിടയിലുള്ള ദുരിതം അനുഭവിച്ച ആ ദീനം പിടിച്ചും മധുരയത് കുടിച്ചും കിടന്ന ആ പാവപ്പെട്ടവരിലേക്കാണ് ഗുരു നോക്കിയത്. അവരെ മുന്നോട്ട് കൊണ്ടുവരാനാണ് ശ്രീനാരായണ ഗുരുദേവൻ താഴേക്ക് ഇറങ്ങി വരുന്നത്, അരുവിപ്പുറത്തേക്ക് വരുന്നത്. വിശ്വമാനവികതയുടെ ദർശനമാണ്, വിശ്വ സഹോദരത്തിൻ്റെ ദർശനമാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വിശ്വമാനവികത എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യം ഭാരതീയരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേര് സ്വാമി വിവേകാനന്ദൻ്റേതായിരിക്കും. 1893 അമേരിക്കയിലെ ചിക്കാഗോയിലെ കൊളംബസ് ഹാളിൽ ലോകത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനം നടത്തിയ സമയത്ത് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ഭാരതത്തിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വാമി നടത്തിയ ആ പ്രസംഗം അമേരിക്കൻ ജനതയെ ഒന്നാകെ ഏറ്റെടുത്തു. എന്നാൽ ഈ ഒരു വിശ്വ സഹോദരത്തിൻ്റെ സന്ദേശം, അതിൻ്റെ ആവിർഭാവം എവിടെ നിന്നാണ്? അതിനും 5 വർഷങ്ങൾക്ക് മുൻപ് 1888 അരുവിപ്പുറത്തെ പരുവെടുത്ത പാറയിൽ ഉജ്ജ്വലമായ അക്ഷരമണികൾ കൊണ്ട് 32 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗുരു കോറിയിട്ട മഹാമന്ത്രമുണ്ട്, വിശ്വസഹോദരത്തിൻ്റെ മന്ത്രം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിമത വിഭാഗീയ ചിന്തകൾക്ക് അപ്പുറത്ത് ഏവരും സോദര തുല്യരായി കാണുന്ന ഒരു മാതൃകാ സ്ഥാപനത്തെ ഗുരു വിഭാവനം ചെയ്തു. അവിടെയാണ് ഗുരുവിനോട് നാം കടപ്പെട്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ ഓരോ പ്രവൃത്തികളിലും ഗുരുവിൻ്റെ ആ സമന്വയ ദർശനം നമുക്ക് കാണാൻ സാധിക്കും. അദ്വൈത തത്വചിന്തയോടൊപ്പം തന്നെ കരുണയുടെ, മനുഷ്യത്വത്തിൻ്റെ ആ ഒരു ദർശനം എല്ലായിടത്തും ഗുരു ചേർത്ത് വയ്ക്കുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച സമയത്ത്
മലബാറിലെത്തിയപ്പോൾ ഇവിടുത്തെ തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും പേരിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയെ കണ്ടപ്പോൾ ഈ മലബാറിലുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ് എന്നാണ് പറഞ്ഞത്. ഈ കേരളത്തെ ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലേക്ക് നോക്കിയാൽ രാജ്യത്തിനാകെ അഭിമാനം ഉയർത്തുന്ന തരത്തിൽ ഇന്ന് കേരളം ഉയർന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിലാണെങ്കിലും ശുചിത്വത്തിലാണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും ഒക്കെ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് ഇന്ന് രാജ്യം നോക്കിക്കാണുന്നു. ആ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തെ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഗുരുദേവൻ വഹിച്ച പങ്ക് നമുക്കൊരിക്കലും മറന്നുകൂടാത്തതാണ്. ഗുരുവിൻ്റെ ഓരോ സന്ദേശങ്ങളും നാം എടുത്തു നോക്കിയാൽ ഗുരുവിൻ്റെ ആ സമന്വയ ദർശനം അത് ഏത് പ്രകാരമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യർ തമ്മിൽ പരസ്പരം സ്പർദ്ധ നടക്കുമ്പോൾ ഇന്നും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ചാതുർവർണ്ണ്യം ഇപ്പോഴും നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ നമ്മളിന്ന് വലിയ ജാതിമത വിഭാഗീയ ചിന്തയൊന്നും ഇല്ലാതെ പരസ്പരം സ്നേഹത്തോടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചും ഒരുമിച്ച് ജോലി ചെയ്തും നമ്മൾ ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇതിനൊക്കെ നാം ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഗുരുവിനോടല്ലാതെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മഹത്തായ ഒരു ദർശനമാണ് ഗുരുവിൻ്റെ ആ സന്ദേശത്തിലുള്ളത്. ഒരു ജാതി എന്ന് പറയുമ്പോൾ അത് മനുഷ്യജാതിയാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവായി നോക്കിക്കണ്ട് വെറുതെ കമൻസ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഗുരുവിൻ്റെ ജാതി നിർണയം, ജാതി ലക്ഷണം എന്ന കൃതികൾ പഠിക്കണം. അവിടെ ഗുരു വ്യക്തമായിട്ട് ജാതിയെ നിർണയിച്ചിട്ടുണ്ട്, ജാതിയുടെ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. നരൻ മനുഷ്യാണാം മനുഷ്യത്വം, മനുഷ്യന് മനുഷ്യത്വമാണ്, പശുക്കൾക്ക് ഗോത്വമാണ് ആ ജാതി എന്ന് ഗുരു പറയുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുണർന്നു പെറുന്നതെല്ലാം ഒരിനം, പുണരാത്തത് ഇനമല്ല എന്ന് ഗുരു പറയുന്നുണ്ട്. പരസ്പരം ഇണചേർന്ന് സന്താനോൽപാദനം നടത്തുന്ന മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒരിനമാണെങ്കിൽ സസ്യലതാദികളെല്ലാം മറ്റൊരിനമായി കണക്കാക്കാം. ഇവിടെ വലിയൊരു സന്ദേശമാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ ചാതുർവർണ്ണ വ്യവസ്ഥയൊന്നുമല്ല. ജാതി എന്ന് പറഞ്ഞാൽ ഒരു ജാതി, അത് മനുഷ്യജാതി എന്ന ആ ഒരു മാനവികതയുടെ സന്ദേശമാണ് ആ ഒരു വാക്കിൽ അടങ്ങിയിട്ടുള്ളത്. ഒരു മതം എന്ന് ഗുരു പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അത് ഏത് മതമാണ് ഗുരു പറഞ്ഞിട്ടുള്ളതെന്ന്. ഗുരു ഏത് മതമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മതത്തെപ്പറ്റി ഗുരു എന്ത് പറഞ്ഞു എന്ന് പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളിലേക്ക് ഇറങ്ങി വരണം. ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ ഗുരു കൃത്യമായിട്ട് പറയുന്നുണ്ട്, പല മതസാരവും ഏകമെന്ന് പാരാതുലകിലൊരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം. പല മതസാരവും ഏകം, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. ഇതറിയാതെ അന്ധന്മാർ ആനയെ കാണാൻ പോകുന്ന പോലെയാണ് ഓരോരുത്തരും അവരവരുടെ മതത്തെ പറ്റിയിട്ട് പറയുന്നത്. അന്ധന്മാർ ആനയെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ്? ആനയുടെ വാലിൽ പിടിച്ച ആൾ പറയും ആന ചൂല് പോലെയാണ്, ആനയുടെ കാലിൽ പിടിച്ച ആൾ പറയും ആന തൂണ് പോലെയാണ്. അതുപോലെയാണ് ഓരോരുത്തരും അവരവരുടെ മതത്തെ പറ്റി പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആന എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല, അവരന്ധന്മാരാണ്. ഗുരു വലിയൊരു സന്ദേശത്തെ എത്ര മനോഹരമായിട്ടാണ് ആ വരികളിലൂടെ നമ്മളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കൃതി നമ്മൾ പഠിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും എല്ലാവർക്കും എല്ലാ മതങ്ങളെപ്പറ്റിയും അറിയാതെ ഒരു മതം നല്ലതെന്നും ഒരു മതം മോശമെന്നും നമ്മൾക്ക് കമൻറ്റ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തിയ ലോകത്തിലെ രണ്ടാമത്തതും ഏഷ്യയിലെ ആദ്യത്തേതുമായ സർവമത സമ്മേളനത്തിൽ എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കട്ടെ, അതിനുവേണ്ടി ഒരു ബ്രഹ്മവിദ്യാ മന്ദിരം ശിവഗിരിയിൽ വിഭാവനം ചെയ്തത്. എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കട്ടെ. ഗുരു ഒരു മതത്തെയും തള്ളിക്കളഞ്ഞിട്ടില്ല. എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കുമ്പോഴാണ് മനസ്സിലാകുക എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഒന്നാണെന്ന്. അതുകൊണ്ടാണ് ഗുരു ആ സർവമത സമ്മേളനത്തിൽ പല മതത്തിലുള്ള പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് പ്രസംഗങ്ങൾ നടത്തി ഗുരു അത് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടോന്ന് ഒരു മതവും പൊരുതാൽ ഒടുങ്ങുകയില്ല. ആത്മോപദേശത്തിൽ ഗുരു പറയുന്നുണ്ട്, ഒരു മതവും വലുതാണ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം ഒരു മതങ്ങൾ തമ്മിൽ പൊരുതിയാൽ ഒരിക്കലും ജയിക്കാൻ സാധിക്കുകയില്ല. ആത്മോപദേശത്തിൽ ഗുരു പറയുന്നുണ്ട്,
അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു. ജഗതിയിലിമ്മതമേകമെന്ന് ചിന്തിച്ചഘമണയാതകതാരമർത്തിടേണം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതമേകം. ഗുരു പറഞ്ഞിട്ടുള്ള ആ ഏകമതം ഏതാണ്? ഇതാണ്. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം. എല്ലാവർക്കും വേണ്ടത് എന്താണ്? ആത്മസുഖമാണ്. ഈ ആത്മസുഖത്തിലേക്ക് നയിക്കാനാണ് എല്ലാവരും മതങ്ങളുടെ പുറകെ പോകുന്നത്. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആത്മസുഖമാണ്. അപ്പം ആത്മസുഖത്തിലേക്ക് നയിക്കുന്ന ആ ഒരു മതമാണ് ഗുരുവിൻ്റെ ഏകമതം. ഏകദൈവം എന്ന് ഗുരു പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഗുരു എത്രയോ ക്ഷേത്രപ്രതിഷ്ഠകളാണ് നടത്തിയിട്ടുള്ളത്, പിന്നെ എങ്ങനെ ഗുരു ഏകമതം എന്ന ഒരു സന്ദേശം ഗുരുവിന് പറയാൻ സാധിക്കുമെന്ന്. അവിടെയാണ് നാം ഗുരുവിൻ്റെ ആ ഒരു മഹനീയത, ഗുരു എങ്ങനെയാണ് ആ ഒരു ഏകമതത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതെ വൃത്തിയും ഒന്നുമില്ലാതെ കിടന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ അല്ലേ, മാടനെയും മർദ്ദയെയും ചാമുണ്ടിയെയും യക്ഷിയെയും ഒക്കെ പ്രാർത്ഥിച്ചും മദ്യവും മാംസവും ഒക്കെ നിവേദ്യം ഒക്കെ കൊടുത്തും ഒക്കെ കിടന്ന ജനതയുടെ ഇടയിലേക്ക് വന്നിട്ട് ഒരു ദൈവമേ ഈ ലോകത്തുള്ളൂ, അത് നമ്മുടെ ഉള്ളിൽ കൊടികൊള്ളുന്ന ആ ആത്മസ്വരൂപമാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവാനാണ്? അന്ന് വരെ അവർ കണ്ടുവന്ന, അവർ കേട്ട് വന്ന അതേ വഴിയിലൂടെ ഗുരു അവരെ പതിയെ പതിയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരികയായിരുന്നു. ആദ്യമേ ഗുരു ഒരു ശുദ്ധി കലശമാണ് അവിടെ ചെയ്യുന്നത്. ദുർഗുണമൂർത്തികളെ ആരാധിച്ചിരുന്ന ആ മനുഷ്യനെ അതിൽ നിന്നും തിരുത്തി ഒരു സഗുണമൂർത്തി ആരാധനയിലേക്കാണ് ഗുരു കൊണ്ടുവരുന്നത്. അരുവിപ്പുറത്ത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നും ശിവലിംഗാകൃതിയിലുള്ള ഒരു ശില മുങ്ങിയെടുത്തുകൊണ്ട് വന്നു ഗുരു. ആ ശിവലിംഗത്തെ ഗുരുവിൻ്റെ ആത്മചൈതന്യം കൊണ്ട് ആ ശിവലിംഗത്തെ അതിനെ ശിവനാക്കി ഗുരുവിൻ്റെ ആത്മചൈതന്യമാണ് ഗുരു ആ ശിലയിലേക്ക് കൊടുക്കുന്നത്. അത് ആ പാറയിൽ കൊണ്ടുവച്ചപ്പോൾ ആ ശില പാറയിലേക്ക് ഉരുകിച്ചേർന്ന് രണ്ടും ഒന്നായി തീരുന്ന മഹാ അത്ഭുതമാണ് ഗുരു അരുവിപ്പുറത്ത് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈശ്വരനെ അടുത്തുപോയി പ്രാർത്ഥിക്കാൻ കഴിയാതിരുന്ന ഒരു ജനതയോട് ദാ നിങ്ങൾക്കായി നാം ഒരു ദൈവത്തെ പ്രതിഷ്ഠിച്ച് തരികയാണ് എന്ന് പറഞ്ഞ് അവരെ സഗുണമൂർത്തി ആരാധനയിലേക്ക് നയിക്കുമ്പോഴും ഗുരുവിൻ്റെ ആത്മചൈതന്യത്തെ തന്നെയാണ് ആ ശിലയിലേക്ക് ആവാഹിച്ച് അവിടെ ആ ഒരു പ്രതിഷ്ഠ നടത്തി കൊടുക്കുന്നത്. ദൈവത്തെ പ്രതിഷ്ഠിച്ച ഒരു മുഹൂർത്തമായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഇനി ഗുരുവിൻ്റെ അടുത്ത പ്രതിഷ്ഠകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മണ്ണന്തലയിൽ ദേവിയെ പ്രതിഷ്ഠിച്ചു, കോലത്തുകരയിൽ ശിവനെ പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ കോലത്തുകര പ്രതിഷ്ഠയെ പറ്റി പറയുമ്പോൾ അവിടെ ഭദ്രകാളിയെ എടുത്ത് മാറ്റിയിട്ടാണ് ഗുരു ശിവനെ പ്രതിഷ്ഠിക്കുന്നത്. ഗുരുവിന് ഭദ്രകാളിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാത്ത ഒന്നും വേണ്ട. അൾട്ടിമേറ്റ്ലി മനുഷ്യൻ നന്നാവണം. അതാണ് ഗുരു കണ്ട ഗുരുവിൻ്റെ ആ ഒരു ദർശനം. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ആഞ്ഞിലിത്തടിയിൽ തീർത്ത ഭദ്രകാളിക്ക് രക്തവും മദ്യവും മാംസവും ഒക്കെ വേണമെങ്കിൽ ആ ഭദ്രകാളിയെ അങ്ങോട്ട് മാറ്റാം. അവിടെ നമുക്ക് ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് ആ ശിവനെ ആരാധിക്കാനായിട്ട് ഒരു കൃതി കൂടെ ഗുരു എഴുതി കൊടുക്കുന്നുണ്ട്. കോലതീരശസ്തവം എന്ന കൃതിയിൽ ഗുരു ഒരു ഭക്തൻ, സാധാരണക്കാരനായ ഒരു ഭക്തൻ ഭഗവാനോട് എന്ത് പ്രാർത്ഥിക്കണമെന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കൃതിയിൽ 3-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്: സർവാശ്രയമെങ്ങും നിറയുന്നോനഭിഭക്തർ കിവ്വാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൻ. സർവാശ്രയമെങ്ങും നിറയുന്ന ആ ഈശ്വരന് ഒരു രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ്. മനുഷ്യന് ഒരു രൂപത്തിൽ ഒരു ഏകദൈവത്തിലേക്ക് തന്നെയാണ് ഗുരു നയിക്കുന്നത്. മണ്ണന്തലക്കാർക്ക് മണ്ണന്തല ദേവി, ആ ഏകദൈവ സങ്കല്പത്തെ ഗുരു അവിടെ കാണിക്കുന്നുണ്ട്. കോലത്തുകരക്കാരോട് വേറെ എങ്ങും പോകേണ്ട, നിങ്ങൾക്ക് എല്ലാം തരാനായി, ദാരിദ്ര്യ മഹാദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ, രോഗാദികളൊക്കെ ഒഴിവാക്കാൻ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതൊക്കെ പൊറുത്ത് നിങ്ങളുടെ കൂടെ അംബാസമം നിങ്ങളുടെ കൂടെ അനുഗ്രഹിക്കാനായിട്ട് ഇവിടെ ആ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന രീതിയിലാണ് ഗുരു ആ കീർത്തനം, ആ കൃതി എഴുതി കൊടുക്കുന്നത്. അവിടെ നമ്മൾ ഭക്തപ്രഹ്ലാദനെ ഓർക്കേണ്ടതുണ്ട്. പ്രഹ്ലാദനോട് ഈ തൂണിലും നീ വിശ്വസിക്കുന്ന നാരായണനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ട്. സർവാശ്രീ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ തൂണിലും തുരുമ്പിലും നമുക്ക് കാണാം. അതാണ് വിശ്വാസം. ആ ഒരു വിശ്വാസമാണ് കോലത്തുകരയിലും ഗുരു പറയുന്നത്. ഇവിടെ ഒരു രൂപമാണ്, ആ ഒരു രൂപത്തിൽ ആ ഒരു ഈശ്വരനെ നിങ്ങൾക്ക് കാണാമെന്നാണ് പറയുന്നത്. ഇതേ കോലത്തുകരയിൽ വെച്ച് തന്നെയാണ് ഗുരു മറ്റൊരു പ്രാർത്ഥന രചിക്കുന്നത്. അവിടെ ഗുരുവിനോട് ഒരു ഭക്തൻ വന്നിട്ട് തനിക്ക് വിഗ്രഹാരാധനയിലൊന്നും വിശ്വാസമില്ല,
ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ശക്തിയിൽ തനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പ്രാർത്ഥന തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഗുരു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു ഈശ്വരൻ്റെയും പേര് പറയാതെ. ഏതാണ് ആ പ്രാർത്ഥന? ഗുരു പറയുന്നത്, ഗുരു എഴുതി കൊടുത്തിട്ടുള്ള ആ കൃതി ഗദ്യപ്രാർത്ഥനയാണ്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. അപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ സഗുണ മൂർത്തിയെ ആരാധിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥന കൊടുക്കുന്നു. അതേ സ്ഥലത്ത് തന്നെ നിർഗുണ രൂപത്തിലുള്ള ആ ഈശ്വരനെ ആരാധിക്കാനായി ഗദ്യപ്രാർത്ഥനയും കൊടുക്കുന്നു. നമ്മുടെ ചോയ്സാണ് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത്. ആ ഒരു തലത്തിലേക്ക് എത്തിയാൽ, ആത്മീയമായിട്ട് ആ ഒരു ഉയർച്ചയിലേക്ക് എത്തിയാൽ നമുക്കൊരു രൂപത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആത്മോപദേശ ശതകത്തിൽ ഗുരു പറയുന്നുണ്ട്, മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട, വനമലർ കൊയ്തു മതല്ലയായിൽ മായാമനൂരു വിട്ടുമിരിക്കിൽ മായമാറും. മനസ്സാകുന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ആ മഹേഷിനെ പൂജിക്കാം. അങ്ങനെയുള്ള ഭക്തന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആ ഒരു ഏകദൈവത്തിലേക്ക് നയിക്കുന്ന ഒരു അദ്വൈത ചിന്തയാണ് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരൻ അത് പരമാത്മ സ്വരൂപനായ ഈശ്വരനാണ്. ആ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ കാട്ടുപുഷ്പങ്ങൾ പറിക്കേണ്ട ആവശ്യമില്ല. മനസ്സാകുന്ന പുഷ്പങ്ങൾ വെച്ച് നമുക്ക് ആ ഈശ്വരനെ പൂജിക്കാം. അതിന് സാധിക്കാത്ത സമയത്ത്, അതിനെ സാധിക്കില്ല എങ്കിൽ എന്ത് ചെയ്യണം? വനമലർ, നമുക്ക് കാട്ടുപുഷ്പങ്ങൾ പറിച്ച് മന്ത്രങ്ങൾ ജപിച്ച് നമുക്ക് ഈശ്വരനെ ആരാധിക്കാം. ഒരേ സമയം സഗുണ രൂപത്തിലുള്ള ഒരു ആരാധനയും നിർഗുണ രൂപത്തിലുള്ള ആരാധനയും ഗുരു കോലത്തുകരയിൽ കൊടുത്തിട്ടുണ്ട്. ഇതേ കോലത്തുകരയിലാണ് ഗുരുവിൻ്റെ എണ്ണച്ചായ ചിത്രം ആദ്യമായിട്ട് കുമാരനാശാൻ പ്രതിഷ്ഠിക്കുകയും ഗുരുവിന് ആദ്യത്തെ പൂജ കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ കോലത്തുകര നിവാസികളോട് ഗുരു കൊടുക്കുന്ന ആ ഒരു സന്ദേശം തന്നെ ആ ഒരു ഏകദൈവത്തിൻ്റെ സന്ദേശമാണ് എന്ന് നാം മനസ്സിലാക്കണം. പിന്നീട് ഗുരുവിൻ്റെ പ്രതിഷ്ഠകളൊക്കെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഗുരു പറയുന്നുണ്ട്, ഇനി ക്ഷേത്രങ്ങളല്ല വേണ്ടത്, വിദ്യാലയങ്ങളാണ്. പ്രധാന ദേവാലയം വിദ്യാലയമാകണം. ഗുരുവിൻ്റെ അവസാനത്തെ പ്രതിഷ്ഠ ഉള്ളല ഓങ്കാരേശ്വര ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയാണ്. കണ്ണാടിയിൽ ഓം എഴുതിയ പ്രതിഷ്ഠയാണ്. അപ്പോൾ പടിപടിയായിട്ട് മനുഷ്യനെ ദുർഗുണമൂർത്തി ആരാധനയിൽ നിന്നും മാറ്റി സഗുണമൂർത്തികളിലേക്ക് അടുപ്പിച്ചു. അവിടുന്ന് അവനെ ഈശ്വരൻ്റെ രൂപത്തെ, ഈശ്വരൻ ആരാണ് എന്ന് പറഞ്ഞ് കൊടുത്ത് പടിപടിയായിട്ട് അവനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഓങ്കാരേശ്വര ക്ഷേത്രത്തിൽ എത്തിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ആ ഈശ്വരൻ എന്ന് പറയുന്നത് ഓങ്കാര സ്വരൂപനായ ആ ഈശ്വരൻ, പരബ്രഹ്മ സ്വരൂപനായ ആ ഈശ്വരൻ നിന്നിലുണ്ട് എന്ന സന്ദേശമാണ് ഗുരു അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ഏകദൈവം എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ഏകദൈവ സങ്കല്പം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെയും ഗുരുവിൻ്റെ കൃതികളിലൂടെയും ഒക്കെ നാം കടന്നു വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ മഹാസമാധിയിൽ വിയോഗിച്ചുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടുള്ള സമാധി ഗാനത്തിലെ ഒരു വരി നാം മനസ്സിലാക്കണം. അതിൽ അയ്യപ്പൻ പറയുന്ന ഒരു വരിയുണ്ട്, തവ വിയോഗാർത്തി പരിതപ്തർ ഭവത് കൃതകപുത്രരാമണീക ലക്ഷങ്ങൾ ഒഴുകും കണ്ണീരാൽ ഉദകം വീഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു. അപ്പോൾ ഗുരുവിൻ്റെ വിയോഗാർത്തിയിൽ മനം നൊന്ത് ഗുരുവിന് കണ്ണീരാൽ ഉദകക്രിയ ചെയ്യുന്ന അനേക ലക്ഷ്യങ്ങളെ പറ്റി പറയുമ്പോൾ അയ്യപ്പൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, കൃതകപുത്രന്മാർ. നമ്മൾ ഗുരുവിൻ്റെ കൃതകപുത്രന്മാരാണ്. അച്ഛനും അമ്മയും ഒരു കുട്ടിയെ ദത്തെടുത്താൽ ആ കുട്ടിയെ ഒന്നേന്നെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. പല്ല് തേക്കാൻ പഠിപ്പിക്കണം, കുളിപ്പിക്കാൻ പഠിപ്പിക്കണം, വൃത്തി പഠിപ്പിക്കണം, ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വാല്യൂസ് പകർന്നു കൊടുക്കണം, അല്ലേ? പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പുരോഗതി ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്ന് പറഞ്ഞാൽ മോക്ഷമാണെങ്കിലും ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞു കൂടണം. എന്നിട്ടേ നമുക്ക് ആ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. കഴിയുന്നിടത്തോളം കാലം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ കഷ്ടപ്പാട് കൂടാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് മാർഗങ്ങൾ വേണം. അപ്പോൾ ഗുരു ഇതെല്ലാം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ദർശനം ഒരു സമന്വയ ദർശനമാണെന്ന് പറയുന്നത്. ഗുരു കുളിസംഘങ്ങൾ ഉണ്ടാക്കി കുളിക്കാൻ മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. ഗുരു നിശാ പാഠശാലകൾ സ്ഥാപിക്കുന്നു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യന് പുരോഗതിയിലേക്ക് നയിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഗുരു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. വിദ്യയിലൂടെ
നമുക്ക് പുരോഗതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ ബോധ്യമാക്കി തരുന്നുണ്ട് ഗുരു. വ്യവസായത്തിലൂടെ അഭിവൃദ്ധി പ്രാപിക്കാനായിട്ട് ഗുരു നമ്മെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ഭൗതികമായ ഒരു പുരോഗതി കൂടെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഗുരു ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഗുരു ഏറ്റവും അധികം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഗുരുവിൻ്റെ ഒരു ക്ഷേത്രപ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഓർമ്മയിൽ വന്നത്. വക്കം പുതിയകാവ് ആനന്ദ വലീശ്വര ക്ഷേത്രത്തിൽ ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഗുരു ഇടയ്ക്കിടയ്ക്ക് ആ ക്ഷേത്രത്തിൽ ചെല്ലാറുണ്ട്. ഒരു ദിവസം ഗുരു അവിടെ ചെന്നിട്ട് അവിടെ വിശ്രമിക്കുകയാണ്. ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ഭക്തൻ ഗുരുവിൻ്റെ കയ്യിൽ ഒരു ഇലപ്പൊതിയിൽ കുറച്ച് മുന്തിരിങ്ങ കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഗുരു ഈ മുന്തിരിങ്ങ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്യുകയാണ്. ഓരോരുത്തരെയും അടുത്ത് വിളിച്ചിട്ട് 2 മുന്തിരിങ്ങ വീതം കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ എന്ന്. അപ്പോൾ ഒരമ്മ വിളിച്ചു പറഞ്ഞു, ശാരദയ്ക്ക് കിട്ടാനുണ്ട് സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ശാരദ? അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു കൈക്കും കാലിനും അല്പം സ്വാധീനം കുറവുള്ള ഒരു പെൺകുട്ടി ഗുരുവിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഗുരു ചോദിച്ചു, ശാരദയ്ക്ക് കിട്ടിയില്ലേ? ശാരദ പറഞ്ഞു, ഇല്ല സ്വാമി. എന്താ വരാഞ്ഞത്? വിളിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തരാൻ വേണ്ടി വിളിക്കുമ്പോൾ വേഗം ഓടി വരണം, വന്ന് വാങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരു ചോദിച്ചു, നാം എന്താണ് ഇവിടെ കൊടുത്തത്? ശാരദ പറഞ്ഞു, മുന്തിരിങ്ങ. അപ്പോൾ ഗുരു ചോദിച്ചു, ഓരോരുത്തർക്കും എത്ര വീതം കൊടുത്തു? അപ്പോൾ ശാരദ പറഞ്ഞു, 2 വീതം കൊടുത്തു. അപ്പോൾ ഗുരുവിൻ്റെ കയ്യിലുള്ള ആ ഇലപ്പൊതി കാണിച്ചിട്ട് ചോദിച്ചു, ഇനി എൻ്റെ കയ്യിൽ എത്ര എണ്ണം ഉണ്ട്? അപ്പോൾ അതിൽ 3 മുന്തിരിങ്ങയാണ് ഉള്ളത്. 3 എണ്ണം ഉണ്ട് സ്വാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിച്ചു, ശാരദയ്ക്ക് എത്ര എണ്ണം? അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്ക് 1, സ്വാമിക്ക് 2. ഗുരു പറഞ്ഞു, അപ്പോൾ 2 എണ്ണം നാം എടുക്കാം. ശാരദയ്ക്ക് 1 മതിയോ? ശാരദ പറഞ്ഞു, മതി സ്വാമി. അപ്പോൾ ഗുരു 2 എണ്ണം എടുത്തു. ബാക്കിയുള്ള ആ മുന്തിരിങ്ങ ആ ഇലയിൽ പൊതിഞ്ഞ് ശാരദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഈ കുട്ടി അങ്ങ് മാറിയിട്ട് ആ പൊതി തുറന്ന് നോക്കിയിട്ട് എനിക്ക് 2 എണ്ണം കിട്ടിയേ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്. ആ ശാരദ വലുതായിട്ട് ഗണിതശാസ്ത്രത്തിൽ വലിയൊരു അധ്യാപികയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തനിക്ക് ലഭിച്ച ജീവിതത്തിൽ തനിക്ക് ഗണിതശാസ്ത്രത്തിൽ എല്ലാ പ്രാവീണ്യമൊക്കെ ഗുരുപ്രസാദമായിട്ടാണ് ആ കുട്ടി കാണുന്നത്. സങ്കലന വ്യവകലനം ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഗുരു ആ കുട്ടിയെ ഒരു പ്രസാദം കൊടുത്ത് അനുഗ്രഹിച്ചു എന്നാണ് ആ ശാരദ വിശ്വസിക്കുന്നത്. ഇനി ഈ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടിയുടെ അമ്മ ഗുരുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഗുരുവിനോട് പ്രാർത്ഥിക്കുമ്പം ഗുരു പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടാകും, ശാരദ എന്ന് പേരിടണമെന്ന്. ഒരു സ്കാനിങ് മെഷീൻ ഒന്നും ഇല്ലാതെ തന്നെ ഗുരു പറയുന്നുണ്ട്, ഒരു പെൺകുട്ടി ഉണ്ടാകും, ആ കുട്ടിക്ക് ശാരദ എന്ന് പേരിടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ മുഴുവനും ആ അനുഗ്രഹം ഒരു പ്രകാശമായിട്ട് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ മറ്റൊരു ആളെ പറ്റി കൂടെ ഞാനിവിടെ പറയുകയാണ്. കാരണം ഇതെനിക്ക് നേരിട്ട് കേട്ട ഒരു കാര്യമാണ്. ഗുരുവിൻ്റെ അനുഗ്രഹം, ഗുരുവിൻ്റെ ഒരു ശിഷ്യനുണ്ട്. അദ്ദേഹം എപ്പോഴും ഗുരു ശിവഗിരിയിൽ വരുന്ന സമയത്തൊക്കെ ഗുരുവിനെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭക്തനാണ്, വലിയൊരു ഭക്തനാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ ഗുരുവിൻ്റെ അടുത്ത് വന്നപ്പം ഗുരു ചോദിച്ചു, എന്താണ് തൊഴിലെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തൊഴിലൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പോൾ ഗുരു ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ചെവിയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ ആ ശിഷ്യൻ അകത്ത് പോയിട്ട് ഒരു സൂചിയും നൂലും എടുത്തു കൊണ്ടുവന്ന് ഗുരുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഗുരു ഈ സൂചിയും നൂലും ഈ ഭക്തൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഇതുകൊണ്ട് വന്ന് ഒരു തയ്യൽ കടയൊക്കെ തുടങ്ങി. അദ്ദേഹം എറണാകുളത്ത് ഈ വക്കീലന്മാരുടെ കോട്ടൊക്കെ തയ്ക്കാനായിട്ട് തുടങ്ങി. തയ്യലൊക്കെ പഠിച്ച് കോട്ടൊക്കെ തയ്ച്ച് അവിടെ ഡിസ്പ്ലേക്കൊക്കെ ഇട്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായിട്ട് ഒരുപാട് വക്കീലന്മാർ വന്ന് കോട്ടൊക്കെ തയ്ക്കാൻ കൊടുത്തു. അങ്ങനെ ഇദ്ദേഹം നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് വരികയാണ്. എല്ലാ ദിവസവും ഗുരുവിനെ പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ആ തൊഴിൽ തുടങ്ങുക. ഒരു ദിവസം അദ്ദേഹം ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാഗ്രഹം മനസ്സിൽ വരികയാണ്. അദ്ദേഹം ഒരു കോട്ടെടുത്തിട്ട് പറയാണ്, സ്വാമി, എൻ്റെ മക്കളിൽ ഒരാൾ ഈ കോട്ടൊന്ന് ധരിച്ച് കാണാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം, ഗുരുവിനോടൊരു പ്രാർത്ഥന അദ്ദേഹം പറഞ്ഞു. അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. 14 മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരു മകൻ, അദ്ദേഹം ആ കോട്ടണിഞ്ഞു. വക്കീലല്ല, അതിനു മുകളിൽ ഏറ്റവും ഉയർന്ന പദവിയിൽ, കേരള സംസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനായിട്ട്, കേരളത്തിൻ്റെ മുൻ അഡ്വക്കേറ്റ് ജനറൽ CK ദണ്ഡപാണി, ആ കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ ഈ കാര്യം ഞാൻ ഇതുപോലെ ഒരു പ്രഭാഷണ വേദിയിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞ് ആ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഇടയിൽ നിന്നും ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, മോളിപ്പോൾ പറഞ്ഞില്ലേ CK ദണ്ഡപാണി എൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ കേട്ടറിഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയ ആ അച്ഛൻ്റെ ഒരു മകൻ നേരിട്ട് എന്നോട് വന്നിട്ട് എൻ്റെ കുടുംബത്തിനാണ് ആ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ എന്നെ ഓഫീസിലോട്ട് വിളിച്ചുകൊണ്ട് പോയി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ അച്ഛന് തയ്യൽ എറണാകുളത്ത് അന്ന് എല്ലാവരും സ്യൂട്ടും കോട്ടും ഒക്കെ ഇടുന്നവരാണ്. അപ്പോൾ ഇവിടെ അധികം ആളുകൾക്കൊന്നും സ്യൂട്ടും കോട്ടും ഒന്നും തയ്ക്കാനായിട്ട് അറിയില്ല. അപ്പോൾ അച്ഛൻ മദ്രാസിൽ പോയിട്ട് സ്യൂട്ടൊക്കെ തയ്ക്കാൻ പഠിച്ചു. എന്നിട്ട് ശിവഗിരിയിൽ ഗുരുവിൻ്റെ അടുത്ത് അനുഗ്രഹം ചോദിച്ചു വരികയാണ്. അപ്പോഴാണ് ഗുരു ഈ സൂചി നൂലും കൊണ്ട് കൊടുത്തിട്ട് തൊഴിൽ ആരംഭിക്കാനായിട്ട് അനുഗ്രഹിച്ച് വിടുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു തയ്യൽക്കട തുടങ്ങാൻ വേണ്ടിയിട്ട് എറണാകുളം ബ്രോഡ്വേയിൽ ഒരുപാട് സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ എങ്ങും സ്ഥലം കിട്ടുന്നില്ല. അവസാനം ഒരു മുസ്ലിം പള്ളിയുടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലം കൊടുക്കാമെന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ വീണ്ടും ഓടി ഗുരുവിൻ്റെ അടുത്ത് വന്നു. ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ദേവാലയത്തിന് മുൻപിലല്ലേ, നന്നായിക്കോളും, അവിടെ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ ഒരു മെഷീൻ ഇട്ട് തയ്യൽ ആരംഭിച്ചു. അപ്പോൾ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, അച്ഛൻ ഒരു മെഷീൻ ഇട്ടു, 2 മെഷീനായി, 4 മെഷീനായി, 16 മെഷീനായി. ഞങ്ങൾക്ക് ഒരുപാട് വർക്കുകൾ കിട്ടി. കൊച്ചിൻ പോർട്ടിൻ്റെ മുഴുവൻ വർക്കും ഞങ്ങൾക്ക് കിട്ടി. കൊച്ചി രാജാക്കന്മാരുടെ വർക്കുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ 14 മക്കളിൽ എല്ലാവരും ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതിയിലെത്തിയ മക്കളാണ്. അപ്പം 4 പേരെ ഇനി ഉള്ളൂ. അപ്പം CK ദണ്ഡപാണി, അദ്ദേഹം 2 വർഷം മുൻപ് മരിച്ചുപോയി. അപ്പം എല്ലാവരും, അതായത് എൻജിനീയർ ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ, ഡോക്ടർ ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, വലിയ വലിയ പ്രൊഫസേഴ്സ് ഉണ്ട്. എല്ലാവരും വിദ്യാഭ്യാസത്തിൽ ഔന്നത്യത്തിൽ എത്തിയവരാണ്. അത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി. ഒരിക്കൽ അച്ഛൻ കട പൂട്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാത്രിയിൽ അതിശക്തമായ മഴയാണ്. അപ്പം മഴ പെയ്തിട്ട് വൈദ്യുതി വിളക്കുകളൊക്കെ അണഞ്ഞ് അപ്പോൾ അച്ഛന് വീട്ടിലിട്ട് വരാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പം ആ സമയത്ത് ഒരാൾ ഒരു വിളക്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് വീട്ടിലേക്ക് എത്തിക്കാൻ ഞാൻ സഹായിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഇവരുടെ അച്ഛൻ്റെ കൂടെ വീട് വരെ ചെന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അച്ഛൻ ആളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആളോടൊന്നും ചോദിച്ചില്ല. അച്ഛനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിലെത്തി അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കണ്ടില്ല എന്നാണ് പറയുന്നത്. അച്ഛൻ വിശ്വസിക്കുന്നത് അത് ആ വിളക്കുമായിട്ട് സഹായത്തിന് എത്തിയത് എപ്പോഴും താൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന തൻ്റെ ഗുരു തന്നെയാണെന്നാണ്. അച്ഛൻ വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്താ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു. അപ്പം അച്ഛനൊന്നും മിണ്ടാതെ, നീ ചൂടുവെള്ളം അടുപ്പത്തേക്ക് വെക്കാൻ പറഞ്ഞു അത്രേ. എന്നിട്ട് അച്ഛൻ നേരെ കുളിച്ച് പൂജാമുറിയുടെ അകത്തേക്ക് കയറിയിട്ട് വെളുപ്പിന് 4 മണി വരെ അച്ഛൻ അവിടെ ഇരുന്ന് കരയുകയായിരുന്നു എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹം എൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു ഗുരുഭക്തി കണ്ടപ്പോൾ, അപ്പോൾ അദ്ദേഹത്തെ പറ്റി അവിടെ പറയാൻ തോന്നിയത് എനിക്കൊരു ഗുരു നിയോഗമായിട്ട് തന്നെ എനിക്ക് ആ സമയത്ത് തോന്നി. ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്കിത് കേൾക്കാൻ പറ്റില്ലായിരുന്നല്ലോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും ഗുരുവിൻ്റെ അടുത്ത് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, ഗുരുവെന്ന് പറയരുത്, തൃപ്പാദങ്ങളെന്നേ വിളിക്കാവുള്ളൂ എന്നാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ അവസാനമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ കാണാൻ ഇവിടെ വരണ്ട, പഴനിയിലേക്ക് വന്നാൽ മതി എന്നാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അവർ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മാസവും അവർ പഴനിയിൽ പോകും അത്രേ. പഴനിയിൽ പോയി എല്ലാവരും അവിടെ മുരുകനെ കാണുമ്പോൾ ഞങ്ങൾ അവിടെ കാണുന്നത് ഞങ്ങളുടെ ഗുരുവിനെയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടില്ല ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങളാണുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു വിശ്വമാനവികതയെപ്പറ്റി സംസാരിച്ചു വന്നപ്പോൾ, വിദ്യാഭ്യാസത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. ഇതേപോലെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. നമ്മുടെ ഈ അടുത്തിടെ കേരളത്തിലെ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തിന് യുനെസ്കോയുടെ സാഹിത്യ പദവി ലിസ്റ്റിൽ ഇടം നേടുകയുണ്ടായി കേരളത്തിലെ കോഴിക്കോട്. ഇന്ത്യയിൽ നിന്ന് 2 സ്ഥലങ്ങൾക്കാണ് ഈ സാഹിത്യ പദവി കിട്ടിയിട്ടുള്ളത്. ഈ 2 സ്ഥലങ്ങൾക്കാണ് ഇന്ത്യയിലെ യുനെസ്കോയുടെ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചത്. 1 മധ്യപ്രദേശിലാണ്, 2 നമ്മുടെ കേരളത്തിലെ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് എന്തുകൊണ്ടാണ് ഈ സാഹിത്യ പദവി കോഴിക്കോടിന് കിട്ടിയതെന്ന് പരിശോധിക്കുമ്പം കോഴിക്കോടിന് ഒരു സാഹിത്യകാരനുണ്ട്. ആ സാഹിത്യകാരൻ SK പൊറ്റക്കാടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു കോഴിക്കോടിനെ ആ ഒരു പദവിയിലേക്ക് എത്തിക്കാനായിട്ട് വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ SK പൊറ്റക്കാട് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു PSC അധ്യാപികയാണ്. അപ്പം നമുക്ക് ജ്ഞാനപീഠം അവാർഡ് നേടിയിട്ടുള്ള ആളുകളെ പറ്റി പഠിക്കാനായിട്ട് കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു കോഡ് പറഞ്ഞു കൊടുക്കും. അതായത് മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത്, ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുള്ളത് G ശങ്കരക്കുറുപ്പിനാണ്, രണ്ടാമത്തത് SK പൊറ്റക്കാടിനാണ്, മൂന്നാമത്തത് തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ്,
നാലാമത്തത് MD വാസുദേവൻ നായർക്കാണ്. അടുത്തത് ONV കുറുപ്പിനാണ്. അവസാനം കിട്ടിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കോഡ് ശങ്കരൻ പെറ്റ പിള്ള വാസുകുറുപ്പ് നമ്പൂതിരി ഇങ്ങനെ പറയും. അപ്പോൾ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്, തമാശയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ ശങ്കരൻ ശങ്കരക്കുറുപ്പ്, പെറ്റ എന്ന് പറയുമ്പോൾ പൊറ്റക്കാട്, പിള്ള എന്ന് പറയുമ്പോൾ തകഴി ശിവശങ്കര പിള്ള, വാസു MD വാസുദേവൻ നായർ, കുറുപ്പ് ONV കുറുപ്പ്, നമ്പൂതിരി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇനി ഞാൻ ഈ പേരുകൾ ഒന്നോട് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. G ശങ്കരക്കുറുപ്പ്, SK പൊറ്റക്കാട്, തകഴി ശിവശങ്കര പിള്ള, MD വാസുദേവൻ നായർ, അക്കിത്തം അച്യുതൻ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി. എല്ലാവരുടെ പേരിലും ഒരു വാലുണ്ട്, ഒരാളുടെ പേരൊഴികെ. ആരാ അത്? SK പൊറ്റക്കാട്. ഈ SK പൊറ്റക്കാട് ഒരു വലിയ ഗുരുഭക്തനായിരുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല. ഗുരുവിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള SK പൊറ്റക്കാടാണ് ഈ വാലുള്ള ഇത്രയും പേരുടെ കൂട്ടത്തിൽ ജ്ഞാനപീഠം അവാർഡിന് അർഹനായിട്ടുള്ള ഒരാൾ. SK പൊറ്റക്കാടിനെ പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു ചരമ വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, അച്ഛൻ അമ്മയെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം നടന്നത് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ വെച്ചാണ്. അപ്പോൾ ഗുരുവിൻ്റെ കരുണ അതൊരല്പം കിട്ടിയിട്ടുള്ള എല്ലാവർക്കും അവരുടെ ജീവിതത്തിലുടനീളം ആ ഒരു അനുഗ്രഹം അവർക്ക് എപ്പോഴും തണലായിട്ട് ഉണ്ടായിരുന്നു എന്നൊരു സത്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ അദ്വൈത ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഗുരുവിൻ്റെ കൃതികളിലൂടെ ഞാനൊന്ന് പറയുകയാണ്. കാരണം അദ്വൈതം എന്ന് പറയുമ്പോൾ എല്ലാവരും രണ്ടില്ല ഒന്ന് എന്ന ഒരു അദ്വൈതത്തെ പറ്റി മാത്രം കേൾക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ അത് വളരെ മനോഹരമായിട്ട് ഗുരുവിൻ്റെ കൃതികളിലൂടെ വളരെ ലളിതമായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുള്ള മഹാഗുരുവാണ്. ഗുരുവിൻ്റെ കൃതികളെ നമ്മൾ മനനം ചെയ്യുമ്പോൾ ഇപ്പം ജനനീ നവരത്ന മഞ്ജരി എന്ന കൃതി അറിവിൻ്റെ ദേവതയായ ശാരദാദേവിയെ സ്തുതിച്ചുകൊണ്ട് ഗുരു എഴുതുന്നതാണ്. അവിടെ ആ കൃതിയിൽ ഒരു വരിയുണ്ട്, മീനായതും ഭവതി മാനായതും ജനനി നീ നാഗവും നഗഹകം താനായതും ധരനദീനാരിയും നരനുമാ നാഗവും നരകവും നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയുമീ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. മീനായതും മാനായതും നഗഹകം അല്ലെ പക്ഷിയായതും പർവ്വതമായതും ഭൂമിയായതും നദിയായതും നരനായതും നാരിയായതും ഈ ഞാനായതും ഒക്കെ ആരാണ്? എല്ലാം ആ അമ്മയാണ്, അറിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ അദ്വൈത ദർശനം ഗുരു എത്തിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ? എല്ലാം ഒരു ഈശ്വരൻ്റെ തന്നെ വിവിധ രൂപങ്ങളാണ് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത്. ഒരേ ഒരു പരമാത്മാവിൻ്റെ ചൈതന്യമാണ് എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ കൃതികളൊക്കെ കുറച്ച് കൃതികൾ മനനം ചെയ്തപ്പം എനിക്ക് മനസ്സിലായ ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. ഇപ്പം ഇവിടെ ഒരു വിളക്കുണ്ട്. ഈ ഒരു വിളക്ക് പരമാത്മാവായിട്ട് നമ്മൾ സങ്കല്പിച്ചു എന്ന് കരുതുക. ഈ ശിവഗിരി മുഴുവനും നമ്മൾ 1,00,000 ദീപങ്ങൾ കത്തിച്ചു വെച്ചു. ഈ വിളക്കിൽ നിന്നാണ് ഈ 1,00,000 ദീപവും നമ്മൾ കത്തിച്ചതെങ്കിൽ ഈ 1,00,000 ദീപങ്ങൾ ജീവാത്മാക്കളാണ്, ഇത് പരമാത്മാവാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ വിളക്കുണ്ടാകാം, വലിയ വിളക്കുണ്ടാവാം, ചിരാതുകൾ ഉണ്ടാവാം. പക്ഷേ എല്ലാത്തിലും പുറമേ നിന്ന് നോക്കുമ്പോൾ രൂപത്തിൽ വ്യത്യാസം ഉണ്ടാകാം, വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷേ ആ ദീപത്തിൻ്റെ ചൈതന്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഒരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് ഗുരു നമുക്ക് ആ ഒരു അദ്വൈതത്തെ പറഞ്ഞു തരുന്നത്. പിണ്ടനന്ദി എന്ന കൃതിയിൽ ഗുരു പറയുന്നുണ്ട്, കള്ളിനകത്തു കൂടി വാഴുമൊരൽപ്പജന്തു ഒന്നല്ല നിന്റെ കൃപയിന്നറിയിച്ചിടുന്നു അള്ളിക്കുടത്തിലമരുന്ന അമരേന്ദ്രനും മറ്റെല്ലാരും ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു. കല്ലിനകത്തു കൂടി വാഴുന്ന ഒരൽപ്പജന്തു മുതൽ അള്ളിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ വരെ എല്ലാവരും ആ ഒരു ഈശ്വരൻ്റെ കൃപയാലാണ് ജീവിക്കുന്നത് അല്ലേ? ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ടമായി കിടക്കുന്ന ആ സമയം മുതൽ ഇന്ന് വരെ നമ്മളെ കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരന് നന്ദി പറയണം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ കൃതിയിലൂടെ ഗുരു നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന അദ്വൈതമാണിത്. എല്ലാ ജീവജാലങ്ങളും ആ ഒരു ഈശ്വരൻ്റെ തന്നെ കിരണങ്ങളാണ്. ഒരേ ഈശ്വരനാണ് ജീവാത്മാക്കളായിട്ട് എല്ലാവരിലും കുടികൊള്ളുന്നത് എന്ന ആ ഒരു സന്ദേശമാണ് ഗുരു അവിടെ നമുക്ക് എത്തിച്ചു തരുന്നത്. ഇത് പഠിപ്പിച്ചു തന്നിട്ടാണ് ഗുരു നമ്മളോട് ജീവകാരുണ്യ പഞ്ചകത്തിലൂടെ ചോദിക്കുന്നത്,
എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. അപ്പം ഇതെല്ലാം ഒരേ ഒരു ഈശ്വരൻ്റെ കിരണങ്ങളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആത്മസഹോദരന്മാരല്ലേ? ഇത് ഓർത്താൽ നമുക്ക് എങ്ങനെ കൊല്ലാൻ തോന്നും, എങ്ങനെ തിന്നാൻ തോന്നും എന്നാണ് ഗുരു ചോദിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ബൈബിളിൽ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനെ കൊല്ലരുത്, എന്തിനെ കൊല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു കമാൻഡായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഗുരു നമ്മളോട് അതൊരു ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. എല്ലാവരും ആത്മസഹോദരന്മാരല്ലേ? ഇത് ഓർത്താൽ നമുക്ക് എങ്ങനെ കൊല്ലാൻ തോന്നും, ഒട്ടും ദയവില്ലാതെ എങ്ങനെ തിന്നാൻ തോന്നും. കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തോട് തുല്യനവൻ എന്നാണ് ഗുരു പറയുന്നത്. കൊല്ലാത്തവനാണ് ഗുണമുള്ള മനുഷ്യൻ, അല്ലാത്തവൻ മൃഗതുല്യനാണെന്ന് പറയുകയാണ്. വലിയ മൃഗത്തിന് ചെറിയ മൃഗം ഇരയാണ്. അപ്പോൾ അത് മൃഗങ്ങളുടെ ധർമ്മമാണ്. അപ്പോൾ കൊല്ലുന്ന മനുഷ്യൻ ആ മൃഗത്തിന് തുല്യനാണെന്നാണ് ഗുരു അവിടെ പറയുന്നത്. അപ്പോൾ എല്ലാ ഗുണങ്ങളുണ്ടെങ്കിലും കൊല്ലുന്നവന് ശരണ്യത ഉണ്ടാകില്ല, കൊല്ലുന്നവൻ്റെ അടുത്തേക്ക് ആരും ചെല്ലുകയില്ല എന്നും ഗുരു ജീവകാരുണ്യ പഞ്ചകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്ന അനുകമ്പാ ദശകത്തിലൂടെ ആ അനുകമ്പയുടെ സന്ദേശം ഗുരു നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. നിഷ്ഫല ഗന്ധപുഷ്പമാം എന്ന് പറഞ്ഞിട്ടാണ് അനുകമ്പയില്ലാത്ത ഒരു മനുഷ്യനെ പറ്റി ഗുരു പറയുന്നത്. അപ്പോൾ അനുകമ്പയുടെ ഈ ഒരു സന്ദേശം, അദ്വൈതത്തിൻ്റെ സന്ദേശം എല്ലാം ഗുരു സമന്വയിപ്പിക്കുന്നതായിട്ടാണ് ഗുരുവിൻ്റെ കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം അത് വിശ്വമാനവികതയുടെയും അദ്വൈത തത്വചിന്തയുടെയും ഒരു സമന്വയ ദർശനമാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവായും വിപ്ലവകാരിയായിട്ടും മാത്രം കാണുന്ന ആളുകളുണ്ട്. അവർ ഗുരുവിൻ്റെ ജീവകാരുണ്യ പഞ്ചകത്തെപ്പറ്റി, ഗുരുവിൻ്റെ അദ്വൈത ദീപികയെപ്പറ്റി, ആത്മോപദേശ ശതകത്തെപ്പറ്റി, ദർശനമാലയെപ്പറ്റി ഒന്നും പഠിക്കാതെ ആ അന്ധന്മാർ ആനയെ കാണാൻ പോയതുപോലെ ഒരു വശത്തു നിന്നും മാത്രം നോക്കി കാണുന്നവരാണ്. എന്നാൽ ഗുരുവിൻ്റെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്കൊക്കെയും സാക്ഷിയായിട്ട് ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, ഗുരുവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ഗുരുവിൻ്റെ ശിഷ്യന്മാരെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ അവർക്കൊന്നും ഗുരുവിനെ പറ്റിയിട്ട് രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് കുമാരനാശാനെ ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭൗതിക വിപ്ലവവാദിയായ കുമാരനാശാൻ ഒരിടത്തും ഗുരുവിനെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ആശാന് ഗുരു ആരായിരുന്നു? ആശാന് ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾ കവിടുന്നാം, നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. നമുക്ക് നേരാം വഴി കാട്ടുന്ന പരമദൈവമായിട്ട് തന്നെയാണ്. നമുക്കിവിൻ സഹചരേ നിയതമീ ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ എന്നാണ് ആശാൻ ഗുരുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഗുരുവിൻ്റെ ആദ്യത്തെ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗുരു ബ്രഹ്മത്തിൻ്റെ മൂർത്തിഭാവമാണ്, ഓം ബ്രഹ്മണേ മൂർത്തിമതേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബോധാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനൊത്ത ഗുരുവര്യനെയും വരിച്ച് ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ദൈവത്തിനൊത്ത ആ ഗുരുവര്യനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമ, ഓം സംസാരതാപശമനായ നമ എന്ന് തുടങ്ങി ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപായ നമ എന്ന് പറഞ്ഞ 108 പുഷ്പാഞ്ജലി മന്ത്രങ്ങളിലൂടെയാണ് ഗുരുവിനെ പറ്റി ചൈതന്യസ്വാമികൾ പറഞ്ഞിട്ടുള്ളത്. നിരീശ്വരവാദിയായ സഹോദരൻ അയ്യപ്പൻ എന്താണ് പറഞ്ഞത്? ജയ നാരായണ ഗുരുസ്വാമിൻ ദേവ, ജയ ഭഗവാനെ ജയ ജഗദ്ഗുരു, ജയ നാരായണ ഗുരുസ്വാമി ദേവ ജയ ഭഗവാനെ എന്ന് ആ അയ്യപ്പനും ഗുരുവിനെ വിളിച്ചു. അപ്പോൾ ഗുരുവിനെ അടുത്തറിഞ്ഞ ശിഷ്യന്മാർക്കൊക്കെയും ഗുരു ആരായിരുന്നു? ഗുരു ആ ബ്രഹ്മസ്വരൂപൻ തന്നെയായിരുന്നു. അപ്പോൾ ഗുരുവിനെ പഠിക്കാൻ ഒരിക്കലും പഠിച്ചു തീരാനാവാത്ത അത്രയും ഉണ്ട് ഗുരുവിനെ പറ്റി പഠിക്കാനായിട്ട്. അപ്പോൾ ഗുരുവിൻ്റെ ദർശനത്തെപ്പറ്റി പറയാനും ഒക്കെ അല്പം സമയം ഒന്നും ആവില്ല. ഒരുപാട് നമുക്ക് പറയാൻ, ഗുരുവിൻ്റെ കൃതികൾ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് സമയത്തിലൂടെ ഗുരുവിൻ്റെ ദർശനത്തെപ്പറ്റി എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ പുതുതലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒരുവനെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് വിദ്യാഭ്യാസം എല്ലാം ഉണ്ടെങ്കിലും അവർ തെറ്റിൻ്റെ വഴികളിലേക്ക് പോകുന്ന ഒരു തലമുറയെ നാം ഇന്ന് കാണുന്നുണ്ട്. അവരെ നേർവഴിക്ക് നയിക്കാനായിട്ട് ഏറ്റവും
ഏറ്റവും അത്യാവശ്യമായിട്ട് അവരിലേക്ക് കൊടുക്കേണ്ട മന്ത്രം എന്ന് പറഞ്ഞത് ഗുരുദേവൻ്റെ ദർശനമാണ്. ഗുരുദേവൻ്റെ കൃതികൾ, ഗുരുവിൻ്റെ ദർശനം, ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഒക്കെ സ്കൂൾ പാഠപുസ്തകത്തിലൂടെയും സർവകലാശാലകളിലൊക്കെ അത് പഠന വിഷയമാക്കേണ്ടതുണ്ട്. അങ്ങനെയേ നമുക്കൊരു നല്ലൊരു തലമുറയെ പരസ്പരം സ്നേഹത്തോടെ പരസ്പരം സഹകരണത്തോടെ ജീവിക്കുന്ന ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ സാധിക്കൂ. അവരവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണമെന്ന് പറഞ്ഞ ഗുരുദർശനമാണ് നാം വരും തലമുറയിലേക്ക് എത്തിക്കേണ്ടത്. ആത്മോപദേശ ശതകം ഇന്ന് പോളണ്ടിൽ സർവകലാശാലയിലെ പഠന വിഷയമാണ്. അവിടുത്തെ ഒരു മാഡം ഇവിടെ വന്നത് ആത്മോപദേശ ശതകം രചിച്ച ആ മഹാഗുരുവിൻ്റെ പാദം പതിഞ്ഞ ഈ മണ്ണിലൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഗുരുവിൻ്റെ മഹത്വം മലയാളക്കര വേണ്ടത്ര രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനം അത് വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മഹാ ഔഷധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഭരണകൂടമൊക്കെ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത് അങ്ങനെ ഗുരുവിൻ്റെ ദർശനത്തിൽ മുന്നോട്ട് വരുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ഒരവസരം, ഒരു ഭാഗ്യമൊക്കെ നമ്മുടെ വരും തലമുറകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു വേദി എനിക്ക് ലഭിച്ചത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ട്, ഒരു വലിയ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം സ്വാമി പറഞ്ഞതുപോലെ സ്വാമിയുടെ ദിവ്യപ്രബോധന ധ്യാനങ്ങളിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പങ്കെടുക്കുമ്പം സ്വാമി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയെടുക്കുമായിരുന്നു. എല്ലാം എഴുതിയെടുത്തിട്ട് പിന്നീട് പഠിക്കണമെന്ന് വെച്ചിട്ടാണ് എഴുതിയെടുക്കുക. പക്ഷേ എനിക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം സ്വാമി പറയുന്ന വാക്കുകൾ അത്രയും എൻ്റെ ഹൃദയത്തിലാണ് അത് ആഴ്ന്നിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്വാമി പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസൊക്കെ, ആ പ്രായത്തിൽ പറഞ്ഞതിലുള്ള എക്സാമ്പിൾസൊക്കെ ഇന്നും എനിക്കറിയാം. അതായത് ഒരു മതം എന്താണ് ഗുരു വിഭാവനം ചെയ്യുന്നത്, ആ ഒരു റൂട്ട് മാപ്പൊക്കെ പറഞ്ഞിട്ടാണ് സ്വാമി അന്ന് അതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇന്ന് ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിനെ ഒന്നും ചിന്തിക്കാതെ എല്ലാത്തിനെയും ഒന്നായി കാണാൻ കഴിയുന്ന ഒരു മനസ്സ് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാമി തന്നെ എനിക്ക് തന്നിട്ടുള്ള ഒരു മനസ്സാണ്. അപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഇന്ന് എപ്പോഴും ആശ്വാസമായിട്ട് ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ തവണയും. അതൊക്കെ ആ ഗുരുവിലേക്ക് എന്നെ എത്തിച്ചത് തീർച്ചയായിട്ടും സ്വാമി തന്നെയാണ്. അപ്പോൾ സ്വാമിയോട് ഒരു ജീവിതം, ഈ ഒരു ജന്മം മുഴുവനും ആ ഒരു കാര്യത്തിൽ എനിക്ക് കടപ്പാടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഗുരുവിനെ പറ്റി പഠിക്കുന്നത് സ്വാമിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ സംശയമൊന്നും വന്നിട്ടില്ല. അപ്പോൾ സ്വാമിയോടുള്ള നന്ദി എൻ്റെ ഒരു ഗുരുദക്ഷിണയായിട്ട് ഞാനിത് സമർപ്പിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.